ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 0. ദെൻ അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കൈനറ്റിക് എനർജി മാത്രമായിരിക്കും, which is equal to p²/2m. ഒരു ഫ്രീ പാർട്ടിക്കിൾ എപ്പോഴും കണ്ടിന്യൂസ് സ്പെക്ട്ര നൽകും. കണ്ടിന്യൂസ് സ്പെക്ട്രയും ഡിസ്ക്രീറ്റ് സ്പെക്ട്ര എന്താണെന്ന് അറിയില്ലേ? നമ്മൾ അതിന്റെ സ്പെക്ട്ര എടുക്കുമ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് സ്പെക്ട്ര. ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ എനർജി സ്പെക്ട്ര എടുക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ്, ലെവൽ ഇല്ലാതെ വരികയാണെങ്കിൽ അത് കണ്ടിന്യൂസ് സ്പെക്ട്ര. ഇനിയിപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ എനർജി എങ്ങനെ കിട്ടുക? ഹാഫ് h ക്രോസ് ഒമേഗ, 3/2 h ക്രോസ് ഒമേഗ, അങ്ങനെ ഒരു ഡിസ്ക്രീറ്റ് ലെവൽ. അതാണ് ഡിസ്ക്രീറ്റ് സ്പെക്ട്ര. ഇഫ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമെങ്കിൽ അത് കണ്ടിന്യൂസ് സ്പെക്ട്ര ആയിരിക്കും. ബൗണ്ടഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതിന് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതിന്റെ സ്പെക്ട്രം ഡിസ്ക്രീറ്റ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ എന്തായാലും കുഴപ്പമില്ല. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. ഇതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഫ്രീ പാർട്ടിക്കിൾ, നമ്മൾ മെയിൻ ആയിട്ട് ഫ്രീ പാർട്ടിക്കിളും ബൗണ്ടഡ് പാർട്ടിക്കിളും ഉണ്ടാവും. നമുക്ക് നോക്കാം. നമുക്കിനി അതിനെക്കുറിച്ച് വേണ്ട രണ്ടാമത്തെ ബേസിക് ഐഡിയ ഫോട്ടോൺ. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ആൻ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് വിത്ത് velocity c. Then momentum p equal to h cross k. Wavelength, de Broglie's wavelength in equation അറിയാലോ. lambda de Broglie equal to h by p അല്ലെങ്കിൽ h by mv അല്ലെങ്കിൽ h by mv. അല്ലെങ്കിൽ h c by e എന്ന് എഴുതാം. Where E is the energy of the particle. ഇനിയിപ്പോ എന്താ വേണ്ടത്? സിയുടെ വാല്യൂ അറിയാലോ. സി ഈക്വൽ ടു 3 × 10⁸. കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പറയാണ്. ഇനി ഫേസ്, മൂന്നാമത് നമുക്ക് വേണ്ടത് ഫേസ്. നമുക്കൊരു വേവ് ഫംഗ്ഷൻ തരും. സൈ ഈക്വൽ ടു e raised to I into kx minus omega t. ഈ ടേം കണ്ടില്ലേ? ഇത് kx minus omega t, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ particle moves in positive direction. വേറെ പറഞ്ഞാൽ ഇവിടെ a e raised to I minus kx plus omega t, ഇതും kx ഉം omega t യും
ഓപ്പോസിറ്റ് സൈഡ്, ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് സൈഡ്. കെ എക്സും ഒമേഗ ടിയും ഓപ്പോസിറ്റ് സൈൻ ആണ്. ദെൻ ഇവിടെ പാർട്ടിക്കിൾസ് മൂവ്സ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. മറ്റൊരെണ്ണം പറയുകയാണെങ്കിൽ സൈ ഈക്വൽ ടു എ ഇ റേസ് ടു ഐ കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഇവിടെ കെ എക്സിന്റെ ഒമേഗയുടെയും സൈൻ ഒന്നാണ്, സെയിം സൈൻ. ദെൻ നെഗറ്റീവ് ഡയറക്ഷൻ. ഇതൊന്ന് ഓർത്തിരുന്നോ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും. ഇഫ് നമ്മുടെ വേവ് ഫംഗ്ഷനിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ടേം ഉണ്ടാകും, അത് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ, സെയിം സൈൻ ആണെങ്കിൽ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. നമുക്ക് റിലേറ്റിവിറ്റിനെ കുറിച്ച് കുറച്ച് അറിയണം. ആദ്യം കുറച്ച് ബേസിക്സ് ആയിട്ടോ, നമ്മൾ പ്രോബ്ലംസിലേക്ക് വരുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അതൊന്ന് എഴുതിയെടുത്തോ, കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാധാ സാധനങ്ങളല്ലേ. റിലേറ്റിവിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി സി ആകുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സി ആകണ്ട, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സി. ദെൻ വെലോസിറ്റി അങ്ങനെ സി ആകുമ്പോൾ നമ്മുടെ ഇ എന്ന് പറയുന്ന സാധനം ഗാമ ഇ നോട്ട് ആയിരിക്കും. ഗാമ എല്ലാവർക്കും അറിയാം, 1/√1 - v²/c². ഇതൊക്കെ അറിയാവുന്നതല്ലേ, ഈക്വൽ ടു ഗാമ ഇ നോട്ട്. ദെൻ കൈനറ്റിക് എനർജി അതെങ്ങനെ വരും? ഇ ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് മാസ് എനർജിയാണ് ഇ നോട്ട്. ദെൻ ഇതിൽ നിന്ന് കൈനറ്റിക് എനർജി എഴുതാൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇ മൈനസ് ഇ നോട്ട്. ഇ നോട്ട് ഗാമ ഇ നോട്ട് ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഗാമ -1 ഇ നോട്ട് എന്ന് കിട്ടും. ഈ സാധനം ഓർത്തിരുന്നാൽ മതി. ടോട്ടൽ എനർജി ഇ ഈക്വൽ ടു ഗാമ ഇ നോട്ട്. ഇനി ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്കല്ല, നമ്മൾ പലപ്പോഴും ആവശ്യമുള്ള സംഭവം. നമുക്ക് ഒന്നല്ലെങ്കിൽ വെലോസിറ്റി തരും, അത് കഴിഞ്ഞിട്ട് ഗാമ കണ്ടെത്തണം. ഗാമ ഈക്വൽ ടു 1/√1 - v²/c². അല്ലെങ്കിൽ ഗാമ തരും, എന്നിട്ട് വെലോസിറ്റി കണ്ടെത്തണം. ഒന്നല്ലെങ്കിൽ വെലോസിറ്റി തരും എന്നിട്ട് ഗാമ കണ്ടെത്തണം, അല്ലെങ്കിൽ ഗാമ തരും എന്നിട്ട് വെലോസിറ്റി കണ്ടെത്തണം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, അതാ പറയാ. ഈ ഗാമ ഈക്വൽ ടു 1/√1 - v²/c² അല്ലേ? v²/c². v ഈക്വൽ ടു c ആകുമ്പം ഇത് ഇൻഫിനിറ്റി ആവും. ഗാമ v എന്തായാലും സീനെക്കാട്ടിയും കുറവായിരിക്കുമല്ലോ. അപ്പൊ ഗാമ ഈക്വൽ ടു 1/√1 - v എന്തായാലും സീനെക്കാട്ടിയും കുറവായിരിക്കും. അപ്പൊ ഈ ടേം <<1 ആയിരിക്കും. ഈ ടേം <<1 ആകുകയാണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായാലും <1 ആയിരിക്കും. ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ നമുക്ക് എഴുതാം. ഗാമ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഗാമ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഈ കൺക്ലൂഷൻ ഓർത്തിരിക്കണം. ഇത് നമുക്ക് പല പ്രോബ്ലത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഗാമ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1.
Then ഇനി നിങ്ങൾക്ക് ഗാമ തന്നിട്ടുണ്ട് സംതിങ്. ഓക്കെ, ഗാമ ഈക്വൽ ടു എ ബൈ ബി എന്ന് തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കുക. അതിൽ ഹൈപ്പട്ടന്യൂസ് എ കൊടുക്കുക. ഏതെങ്കിലും ഒരു സൈഡ്, ഈ സൈഡോ ഈ സൈഡോ, ഏതെങ്കിലും ഒരു സൈഡ് ബി എന്ന് കൊടുക്കുക. ദെൻ ഈ സൈഡ് അപ്പോൾ എന്തായിരിക്കും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് വെലോസിറ്റി എഴുതാം. വി ഈക്വൽ ടു ഈ സൈഡ് നമ്മളിപ്പോ കണ്ടുപിടിച്ച സൈഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ഇൻറ്റു സി. ഇത് ഓർത്തിരിക്കണം. നമുക്ക് ആ ഗാമ ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തരുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും വെലോസിറ്റി. ഇതിന് നേരെ ഓപ്പോസിറ്റ് വി തന്നിട്ടുണ്ട്. വി ഈക്വൽ ടു ഒരു കെ ബൈ എം സി എന്നാ തരിക എന്ന് വിചാരിക്കാം. കെ ബൈ എം സി ഇൻ ടേംസ് ഓഫ് സി ആയിരിക്കണം. ദെൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, എം ഡിനോമിനേറ്റർ വെലോസിറ്റി ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കും? ഹൈപ്പട്ടന്യൂസ് ആയിരിക്കുമല്ലോ. ഇത് കെ. അപ്പൊ ഇതെന്ത് കിട്ടും? റൂട്ട് ഓഫ് എം സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഗാമ എഴുതാം ഹൈപ്പട്ടന്യൂസ് ഡിവൈഡഡ് ബൈ നമ്മളിപ്പോ കണ്ടുപിടിച്ച അതർ സൈഡ് എം സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഈ രണ്ട് ട്രിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. ആ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. ഇഫ് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗാമ തരും റൂട്ട് ഓഫ് എ ബൈ ബി. ഗാമ തരികയാണെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ എ എന്ന് പറയുന്നത് ഹൈപ്പട്ടന്യൂസ് ആയിരിക്കും. ദെൻ ഡിനോമിനേറ്റർ ഒരു സൈഡ് എടുക്കുക, അപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ടെത്തും. അപ്പൊ പിന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയ സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ഇൻറ്റു സി. ഇനി അടുത്തത് വെലോസിറ്റി തരും ഇൻ ടേംസ് ഓഫ് സി. ഇത് നിർബന്ധമാണ്. ദെൻ അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ അടിയിലുള്ള ടേം ഹൈപ്പട്ടന്യൂസ് ആയിരിക്കും. മറ്റേ ടേം ഏതെങ്കിലും ഒരു സൈഡ് എടുക്കണം. ഈ സൈഡ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഈ സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. എന്നിട്ട് അടുത്ത സൈഡ് അതർ സൈഡ് കണ്ടെത്തുക. ദെൻ ഗാമ ഈക്വൽ ടു ഹൈപ്പട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അതർ സൈഡ്. വെലോസിറ്റി എന്ത് കിട്ടും? വെലോസിറ്റി ഈക്വൽ ടു അതർ സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ഇൻറ്റു സി. അതൊന്ന് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു 3 പ്രോബ്ലം ചെയ്യാം. വി ഈക്വൽ ടു 2/5 സി. ഗാമ കണ്ടെത്തണം. ചെയ്തോ? അടുത്ത പ്രോബ്ലം. ഈ പ്രോബ്ലം ചെയ്യട്ടോ. കൺസിഡർ എ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ. കൺസിഡർ. ഈ പ്രോബ്ലം ചെയ്തിട്ട് ഇത് എഴുതിയാൽ മതി. Whose energy is 2 times that of rest energy find the velocity of particle.
ഓക്കെ, ഇതിന്റെ ഉത്തരം കിട്ടിയോ? നമ്മൾ എന്ത് ചെയ്യും? ട്രിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ഡിനോമിനേറ്റർ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. മറ്റേത് ഈ സൈഡ് എടുക്കും. ദെൻ ഈ സൈഡ് കണ്ടെത്താൻ റൂട്ട് ഓഫ് 25 മൈനസ് 4 റൂട്ട് 21 കിട്ടും. ദെൻ ഇവിടെ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഗാമ കണ്ടെത്താൻ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അതർ സൈഡ്. ഓക്കെ, അരുൺ. ആ ആ ഓക്കെ. ന്യൂമറേറ്റർ മാത്രമേ ഉള്ളെങ്കിലോ? ന്യൂമറേറ്റർ ആണ് കൂടുതലെങ്കിൽ ഡിനോമിനേറ്ററേക്കാളും ഗ്രേറ്റർ ന്യൂമറേറ്റർ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കുക. പക്ഷെ വെലോസിറ്റി ന്യൂമറേറ്റർ കൂടുതൽ വരാൻ പാടില്ല. മാക്സിമം വെലോസിറ്റി സി അല്ലേ? ഇഫ് ഗാമയാണ് തന്നിരിക്കുന്നെങ്കിൽ 5/2 എന്ന് വരികയാണെങ്കിൽ അവിടെ ന്യൂമറേറ്റർ ആണ് കൂടുതൽ. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഗാമ എടുക്കുമ്പോൾ നമ്മൾ ന്യൂമറേറ്റർ എടുക്കുക. ഓക്കെ, ഇങ്ങനെ പറയാം. നമുക്ക് തന്നിരിക്കുന്ന ടേമിൽ കൂടുതൽ ഏതാണോ, ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ കൂടുതൽ, അത് ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. അങ്ങനെ പറയാം. നമുക്ക് തന്നിരിക്കുന്നത് വെലോസിറ്റിയോ അല്ലെങ്കിൽ ഗാമയോ ഏതാണ് തന്നിരിക്കുന്നതെങ്കിലും അതിൽ ഏത് ടേം ആണോ കൂടുതൽ, ഡിനോമിനേറ്റർ ആണോ ന്യൂമറേറ്റർ ആണോ, അത് ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. വെലോസിറ്റി തരുമ്പോൾ ഡിനോമിനേറ്റർ ആയിരിക്കും കൂടുതൽ, ഗാമ തരുമ്പോൾ ന്യൂമറേറ്റർ ആയിരിക്കും കൂടുതൽ. അത്രേ ഉള്ളൂ. ഓക്കെ, അരുണ ഈ പ്രോബ്ലം ചെയ്യാം. രണ്ടാമത്തെ പ്രോബ്ലം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് അരുൺ? എനർജി is 2 times of rest energy. എനർജി ഈക്വൽ ടു 2 times റെസ്റ്റ് എനർജി. എന്നിട്ട് അവർ ചോദിച്ചേക്കാണ് വെലോസിറ്റി കണ്ടെത്താൻ. ഇതിൽ നിന്ന് എന്ത് കിട്ടും? എനർജിയുടെ ഇക്വേഷൻ ഞാൻ കുറച്ചും എഴുതി തന്നില്ലേ? എനർജി ഈക്വൽ ടു ഗാമ ഇ നോട്ട്. അരുൺ, അപ്പൊ ഗാമ ഈക്വൽ ടു 2 കിട്ടൂലോ. അപ്പൊ അടിയിൽ ഇപ്പൊ ഒന്നും ഇല്ല, ഒരു 1 ഇട്ട് കൊടുത്തോ. ദെൻ നമ്മൾ ഈ ട്രിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഈ ട്രിക്ക് വെച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ. ഗാമ ഈക്വൽ ടു 1/√1 - v²/c². ഇത് ചെയ്യാം. ട്രിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 2 വരും, ഇത് 1 വരും. ഇതെന്ത് വരും? √3 വരും അല്ലേ അരുൺ? √3 അല്ലേ? 4 - 1 √3. നമ്മുടെ വെലോസിറ്റി എന്താ ഇനി? Velocity is equal to 2/√3 into c. ഈ വെലോസിറ്റി ഒരിക്കലും സീനെക്കാട്ടിയും കൂടാൻ പാടില്ല. 2/√3 ചെയ്താൽ 2/1.73 ചെയ്താൽ ഗ്രേറ്റർ ദാൻ 1 അല്ലേ? വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് നോക്ക്. നമ്മൾ ആദ്യം അതർ സൈഡ് എഴുതുക. √3/2 into c. അരുൺ കിട്ടിയോ? ഗാമ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗാമ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഡിനോമിനേറ്റർ നെഗറ്റീവ് ഇമാജിനറി ടൈം. ഇമാജിനറി ടൈമാ? അല്ല, എന്താ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഇല്ല, ഗാമ ഗ്രേറ്റർ ദാൻ 1 ആ. ഗാമ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആ. ഞാനത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഗാമ. ഗാമ എങ്ങനെ ഗ്രേറ്റർ ദാൻ 1 ആവുന്നത്? ഇത് ഞാൻ ഇവിടെ പറഞ്ഞു തന്നില്ലേ, v²/c² എന്തായാലും ലെസ് ദാൻ 1 ആയിരിക്കും. 1 മൈനസ് ലെസ് ദാൻ 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. അതിന്റെ റൂട്ട് എടുത്താൽ വീണ്ടും ലെസ് ദാൻ 1 ആയിരിക്കും. 1/<1. ഇത് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 കിട്ടും. ഗാമ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുക. ഈ മെത്തേഡ് അറിഞ്ഞിരിക്കണം.
കാരണം റിലേറ്റിവിറ്റിയിൽ ഇങ്ങനത്തെ ചോദ്യം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഗാമയും വെലോസിറ്റിയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും വെച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മള് v is equal to √3/2 എടുത്തില്ലേ? അപ്പൊ ആ 2 എന്ന് പറയുന്നത് അതായത് ഡിനോമിനേറ്ററിൽ എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആണ് എടുക്കേണ്ടത്. ഡിനോമിനേറ്ററിൽ എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് അല്ല, ഗാമ എഴുതുമ്പോ ഡിനോമിനേറ്ററിൽ 2 അതർ സൈഡ് ഉണ്ട്. വെലോസിറ്റി അങ്ങനെ ചോദിച്ചാൽ വെലോസിറ്റിയില് അതർ സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഞാൻ ഇവിടെ ഈ ഇക്വേഷൻ എഴുതി വെച്ചിട്ടില്ലേ, വെലോസിറ്റി ഈക്വൽ ടു നമ്മളിപ്പോ കണ്ടുപിടിച്ച അതർ സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സി. ഗാമയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ നമ്മളിപ്പോ കണ്ടുപിടിച്ച അതർ സൈഡ്. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇതിന് ഇവിടെ ബി ബൈ എ എന്നല്ലേ കൊടുക്കണ്ടേ? ഗാമ എഴുതുമ്പോഴോ ഇത് ബീറ്റാണോ? ബീറ്റാണോ? ഗാമ എ ബൈ ബി ഗാമ അല്ലേ? അല്ല, ഒരു മിനിറ്റ്. ഓക്കെ, എന്താ ചോദിച്ചാ എനിക്ക് മനസ്സിലായില്ല. ബീ അല്ല, ഇവിടെ കൊടുക്കണ എയും ബി ബീറ്റ എന്നുള്ള അതിന്നല്ലേ ഇതില്? അല്ല, ഇതൊരു ഗാമ ഒരു ക്വസ്റ്റിന് തന്നേക്കുവാ, എ ബൈ ബി ആന്ന് തന്നേക്കുവാ. അപ്പൊ നമ്മൾ ആ എക്ക് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ വലിയ വാല്യൂ എ ആയിരിക്കും. ആ വലിയ വാല്യൂ നമ്മൾ ഹൈപ്പോട്ടന്യൂസിൽ കൊണ്ടുപോയിടും. അതർ സൈഡ് ആ ബി കൊടുക്കും. ദെൻ നമുക്ക് കിട്ടാത്ത സൈഡ് കണ്ടുപിടിക്കും. ആ സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സി. നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സി ആണ് വെലോസിറ്റി. ഇഫ് വെലോസിറ്റി ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ കെ ബൈ എം സി, ഈ എം എപ്പോഴും ഗ്രേറ്റർ ദാൻ കെ ആയിരിക്കും. ആ ഗ്രേറ്റർ വാല്യൂ, ആ വലിയ വാല്യൂ നമ്മളെടുത്ത് ഹൈപ്പോട്ടന്യൂസിൽ കൊടുക്കും. ഈ രണ്ട് കേസിലും നമ്മൾ വലിയ വാല്യൂ എടുത്ത് ഹൈപ്പോട്ടന്യൂസിൽ കൊടുക്കും. ദെൻ അതർ സൈഡ് നമ്മൾ കൊടുക്കും. ദെൻ നമുക്ക് മറ്റേ സൈഡ് കണ്ടെത്തും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ഗാമ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ നമ്മളിപ്പോ കണ്ടുപിടിച്ച സൈഡ് ഇൻറ്റു അത്രേ ഉള്ളൂ. ഒരു പ്രോബ്ലം ചെയ്യാം. ഗാമ ഈക്വൽ ടു 8/3. ഗാമ ഈക്വൽ ടു 8/3. നമ്മൾ എന്ത് ചെയ്യും? ഇതില് വലുത് 8 ആണ്. 8 എടുത്ത് ഹൈപ്പോട്ടന്യൂസിൽ കൊടുക്കും. മറ്റേ സൈഡ് 3 കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ കണ്ടെത്തും. √8² മൈനസ് 3², √64 മൈനസ് 9. അപ്പം √55 അല്ലേ? അതെ, √55. ദെൻ വെലോസിറ്റി എന്ത് കിട്ടും? നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത് വെലോസിറ്റി എന്തായാലും വെലോസിറ്റി ലെസ് ദാൻ സി ആണ്, അത് ഓർമ്മ വേണം. ഗാമ ഗ്രേറ്റർ ദാൻ 1 ആണ്, അത് ഓർമ്മ വേണം. ദെൻ വെലോസിറ്റി എടുക്കുമ്പോൾ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച സൈഡ് √55 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സി. ഇത് ലെസ് ദാൻ 1 ആയിരിക്കണേ, ഇത് ഓർമ്മ വേണം. നമ്മൾ ഗാമ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. വെലോസിറ്റി എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന കോഎഫിഷ്യന്റ് ലെസ് ദാൻ 1 ആയിരിക്കണം. ഒരു പ്രോബ്ലം കൂടെ തരാം. വെലോസിറ്റി ഈക്വൽ ടു 5/3. അല്ല, സോറി, വെലോസിറ്റി അല്ല, ഗാമ ഈക്വൽ ടു 5/3. ഫൈൻഡ് വെലോസിറ്റി. നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കും. ഇതിൽ 5 ആണ് ഗ്രേറ്റർ, വലിയ വാല്യൂ. ദെൻ 5 ഹൈപ്പോട്ടന്യൂസിൽ കൊടുക്കും. 3 ഏതെങ്കിലും ഒരു സൈഡിൽ കൊടുക്കും. ബാക്കി അടുത്ത സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ 25 മൈനസ് 9 കിട്ടി, 4 കിട്ടും. നമുക്കിനി വെലോസിറ്റി ആണ് കണ്ടെത്തേണ്ടത്. വെലോസിറ്റിയുടെ ആദ്യത്തെ ടേം വരിക ഇൻറ്റു സി. ആദ്യത്തെ ടേം വരിക ലെസ് ദാൻ 1 ആണ്, അത് ഓർമ്മ വേണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സി. ഇതാ ഉത്തരം. ഇനി ആർക്കെങ്കിലും ഇത് ഡൗട്ട് ഉണ്ടോ? ഇതൊന്ന് അറിഞ്ഞിരിക്കണം. എന്തായാലും റിലേറ്റിവിറ്റിയുടെ
പ്രോബ്ലം ചോദിക്കും, അതിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഇഫ് നിങ്ങൾക്ക് ഈ മെത്തേഡ് കൺഫ്യൂഷൻ ആണെങ്കിൽ ഗാമ ഈക്വൽ ടു 1/√1 മൈനസ് v സ്ക്വയർ ബൈ സി സ്ക്വയർ ഇത് ചെയ്താൽ മതി. സ്ക്വയർ എടുക്കുക, ഗാമ സ്ക്വയർ ഈക്വൽ ടു 1/1 മൈനസ് v സ്ക്വയർ ബൈ സി സ്ക്വയർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്ത് വിയും ഗാമയും കണ്ടെത്താം. ഈ ഇക്വേഷനിൽ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. de Broglie wavelength. de Broglie wavelength നിങ്ങൾക്കറിയാം. de Broglie wavelength ലാംഡ ഈക്വൽ ടു h ബൈ പി ഈക്വൽ ടു h ബൈ എം ബി. ദെൻ ഈക്വേഷൻ എടുത്തു. നമ്മളിവിടെ നമുക്ക് എന്താ ടാസ്ക് എന്ന് ചോദിച്ചാൽ റിലേറ്റിവിസ്റ്റിക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും നോൺ റിലേറ്റിവിസ്റ്റിക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും കണ്ടെത്തണം. നോൺ റിലേറ്റിവിസ്റ്റിക് ഞാൻ ഈ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എടുത്തിട്ട് മേളിലും താഴെയും സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, പി സി. റിലേറ്റിവിസ്റ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ഇ നോട്ട് സ്ക്വയർ. ഇ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം നോട്ട് സ്ക്വയർ സി പവർ 4 ആണ്. ഇങ്ങനെ ഇട്ടാൽ മതി, ഇ നോട്ട് സ്ക്വയർ. ഇത് ഞാൻ സ്ക്വയർ ചെയ്തു. ഇ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ഇ നോട്ട് സ്ക്വയർ. ദെൻ ഇ സ്ക്വയർ മൈനസ് ഇ നോട്ട് സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ. ഇ സ്ക്വയർ എന്താന്ന് കുറച്ചു മുമ്പ് എഴുതി. എന്താ അത്? ഗാമ ഇ നോട്ട്. Then gamma square e naught square minus e naught square equal to p square c square. ഞാൻ ഗാമനെ വെളിയിൽ എടുക്കുകയാണെങ്കിൽ ഇ നോട്ട് സ്ക്വയറിനെ വെളിയിൽ എടുക്കുകയാണെങ്കിൽ ഗാമ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഇ നോട്ട് സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ. ദെൻ പി സി നമുക്ക് എന്തെഴുതാം? പി സി ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ മൈനസ് 1. ആ സംഭവം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റിലേറ്റിവിസ്റ്റിക് വേവ് ലെങ്ത് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എച്ച് സി ഡിവൈഡഡ് ബൈ ഇ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ മൈനസ് 1. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ദെൻ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. നമ്മളിവിടെ പി സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ നിന്ന് പി സിക്ക് നമുക്ക് റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് ഇ നോട്ട് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദെൻ അത് വെച്ചൊരു ഇക്വേഷൻ കൂടിയുണ്ട്. നിങ്ങൾ ഇത് കാണാണ്ടൊന്നും പഠിക്കണ്ട കേട്ടോ. ഇങ്ങനെയാ ചെയ്തേന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. പി സിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പി സി ഈക്വൽ ടു പ്രീവിയസ് പേജ്. ഓക്കെ. പി സിക്ക് നമ്മളിപ്പോ കണ്ട ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ഇ നോട്ട് സ്ക്വയർ. ഇതിൽ നിന്ന് പി സിക്ക് നമ്മൾ ഗാമയിലേക്കൊന്നും മാറ്റാതെ പി സിക്ക് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. പി സി ഈക്വൽ ടു റൂട്ട് ഓഫ് പി സി ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് ഇ നോട്ട് സ്ക്വയർ. ഇതെന്ന് പറയുന്നത് ഈ ഇ സ്ക്വയർ എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി. ദെൻ ലാംഡ ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് ഇ നോട്ട് സ്ക്വയർ.
ദെൻ ഈ ഇ സ്ക്വയറിന് ഞാൻ കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് മാസ് എനർജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എച്ച് സി ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഞാൻ കെ എന്ന് മാത്രം ഇടുന്നുള്ളൂ. കെ സ്ക്വയർ പ്ലസ് 2k E0 പ്ലസ് E0 സ്ക്വയർ മൈനസ് E0 സ്ക്വയർ അണ്ടർ റൂട്ട്. E0 സ്ക്വയറും കട്ട് ചെയ്ത് പോകും. എച്ച് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 2k E0 ഇങ്ങനെ കിട്ടും. ഇതില് ഞാൻ 2k E0 വെളിയിൽ എടുക്കാൻ പോവാണ്. എച്ച് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2k E0 into k square divided by 2k E0 minus 1. റിലേറ്റിവിസ്റ്റിക് കേസിൽ ഒരു മിനിറ്റ് ഒന്നുകൂടെ എഴുതാം. ഇതിൽ നിന്ന് 2k E0 ഞാൻ പുറത്തല്ല, റൂട്ടിന്റെ അകത്ത് തന്നെ 2k E0 കോമൺ ആയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2k E0 എന്ന് കിട്ടും. ഈ സ്ക്വയറും ഈ കെയും കട്ട് ചെയ്ത് കളയാം. റിലേറ്റിവിസ്റ്റിക് കേസിൽ E0 എന്താ? m0 c സ്ക്വയർ. റിലേറ്റിവിസ്റ്റിക് കേസിൽ E0 is very much greater than k. Then ഇവിടെ E0 ഡിനോമിനേറ്റർ വന്നേക്കുന്ന ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ എഴുതാം. എച്ച് സി ബൈ റൂട്ട് ഓഫ് 2k E0. ഈ ഇക്വേഷൻ വെച്ചൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ റിലേറ്റിവിസ്റ്റിക് കേസിൽ രണ്ട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എഴുതി. ലാംഡ റിലേറ്റിവിസ്റ്റിക് ഈക്വൽ ടു എച്ച് സി ബൈ E0 ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ മൈനസ് 1. ദെൻ മറ്റൊരെണ്ണം കൂടെ എഴുതി. റിലേറ്റിവിസ്റ്റിക് ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ അണ്ടർ റൂട്ട് 2k E0. ഇതിൽ k എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, E0 എന്ന് പറഞ്ഞാൽ റെസ്റ്റ് മാസ് എനർജി. ഇനി ഇതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. കൈനറ്റിക് എനർജി ഈക്വൽ ടു E ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ റെസ്റ്റ് മാസ് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ദെൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു E മൈനസ് V. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ lambda relativistic equal to hc divided by root of 2E0 into E minus V. ഞാൻ E0 m0 c സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെ. E0 ഈക്വൽ ടു m0 c സ്ക്വയർ ആണ്. 2 m0 c സ്ക്വയർ E മൈനസ് V. ഈ സിയും ഈ സി സ്ക്വയറും കട്ട് ചെയ്ത് പോകും. ദെൻ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. എച്ച് സി ഡിവൈഡ് ബൈ 2m0 ഇൻറ്റു E മൈനസ് V. ഓക്കെ, ഇത് കാണാണ്ട് പഠിക്കണോ എന്നൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉണ്ട്.
എച്ച് ബൈ പി. ഇതിനെ ഇങ്ങനെയൊക്കെ എഴുതാം. റിലേറ്റിവിസ്റ്റിക് കേസിൽ എച്ച് സി ഡിവൈഡ് ബൈ ഇ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ മൈനസ് 1 ദെൻ എച്ച് ബൈ റൂട്ട് ഓഫ് 2m നോട്ട് ഇ മൈനസ് വി. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. ജസ്റ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. ജസ്റ്റ് അതായത് കൺസിഡർ ടു മീഡിയം. മീഡിയം 1, മീഡിയം 2. ആദ്യത്തെ മീഡിയത്തില് ഒരു വേവ് മൂവ് ചെയ്യാണ് രണ്ട് മീഡിയത്തിലൂടെ. ആദ്യത്തെ മീഡിയത്തിലെ വേവ് ലെങ്ത് λ1, രണ്ടാമത്തെ മീഡിയത്തിലെ വേവ് ലെങ്ത് λ2. ആദ്യത്തെ മീഡിയത്തിൽ ഒരു പൊട്ടൻഷ്യൽ 0 ആണ്, രണ്ടാമത്തെ മീഡിയത്തിൽ പൊട്ടൻഷ്യൽ V0 ആണ്. ചോദ്യം ഇതാണ്, ഫൈൻഡ് λ2 ബൈ λ1. എങ്ങനെ ചെയ്യും? നമുക്ക് ഇപ്പോൾ ഉള്ള ഇക്വേഷൻ എടുത്ത് ചെയ്യാം. ലാംഡ ഈക്വൽ ടു h ഡിവൈഡ് ബൈ അണ്ടർ റൂട്ട് 2m നോട്ട് ഇ മൈനസ് വി. ദെൻ λ2 ബൈ λ1. അപ്പൊ എന്ത് കിട്ടും? h വെച്ചൊക്കെ കട്ട് ചെയ്ത് പോയാൽ λ1ല് v ഈക്വൽ ടു 0 ആണ്. അപ്പം അണ്ടർ റൂട്ട് 2m നോട്ട് ഇ ഡിവൈഡ് ബൈ λ2ൽ v ഈക്വൽ ടു v0 ആണ്. അണ്ടർ റൂട്ട് λ2ന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എഴുതുമ്പോൾ h ബൈ അണ്ടർ റൂട്ട് 2m നോട്ട് ഇൻറ്റു ഇ മൈനസ് വി. λ1ന്റെ h ബൈ അണ്ടർ റൂട്ട് 2m നോട്ട് ഇൻറ്റു λ1ൽ v 0 ആണ്. അപ്പം ഈ മാത്രമേ വരുള്ളൂ. മേളിലും താഴെയും ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ റൂട്ട് ഇ ബൈ റൂട്ട് ഇ മൈനസ് വി എന്ന് വരും. ദെൻ ഇതിനൊരു അപ്രോക്സിമേഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മേളിലുള്ള ഈനെ താഴത്തോട്ട് എടുക്കാൻ പോവാണേ. ഈ അപ്രോക്സിമേഷൻ ഒന്ന് ശ്രദ്ധിച്ചോ. λ2 ഡിവൈഡ് ബൈ λ1 ഈക്വൽ ടു റൂട്ട് ഇ ബൈ ഇ മൈനസ് വി. മേളിലുള്ള ഈനെ ഞാൻ താഴത്തോട്ട് എടുക്കുകയാണ്. 1 ഡിവൈഡ് ബൈ 1 മൈനസ് വി ബൈ ഇ ഈക്വൽ ടു 1 ബൈ 1 മൈനസ് വി ബൈ ഇ ഹോൾ പവർ 1 ബൈ 2 ഈക്വൽ ടു 1 മൈനസ് വി ബൈ ഇ ഹോൾ പവർ മൈനസ് 1 ബൈ 2. ഇത് നോക്കുകയോ, ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. 1 പ്ലസ് 1 ബൈ 2 വി ബൈ ഇ. ഈ അപ്രോക്സിമേഷൻ ഓർത്തിരിക്കണം. ഇത് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ഇഷ്ടം പോലെ ആവശ്യമുള്ളതാണ്. 1 മൈനസ് എക്സ് ഹോൾ പവർ 1 ബൈ 2നെ നിങ്ങൾക്ക് 1 മൈനസ് എക്സ് ബൈ 2 അപ്രോക്സിമേറ്റ് ചെയ്യാം ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം. 1 മൈനസ് എക്സ് ഹോൾ പവർ മൈനസ് 1 ബൈ 2 ആണെങ്കിൽ ആ മൈനസും കൂടെ വരും. 1 പ്ലസ് എക്സ് ബൈ 2. ഈ അപ്രോക്സിമേഷൻ ഓർത്തിരിക്കണം. ഇതാണ് അവര് ഓപ്ഷനിൽ തന്ന ഉത്തരം.
ഒന്നുകൂടെ നോക്കുക. ഒരു രണ്ട് മീഡിയം തന്നിട്ടുണ്ട്. ഒരു വേവ് ഒന്നാമത്തെ മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് മൂവ് ചെയ്യാണ്. ഒന്നാമത്തെ മീഡിയത്തിൽ പൊട്ടൻഷ്യൽ 0 ആണ്. രണ്ടാമത്തെ മീഡിയത്തിൽ പൊട്ടൻഷ്യൽ V0 തന്നിട്ടുണ്ട്. അവരുടെ ചോദ്യം λ2/λ1 ആയിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് എഴുതിയ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചു മുമ്പ് നമ്മൾ എഴുതിയ ഇക്വേഷൻ അറിയണം. അങ്ങനെ λ2/λ1. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. ഈ ഒരു അപ്രോക്സിമേഷൻ ഇത് ഓർത്തിരിക്കണം. ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഒരു അപ്രോക്സിമേഷൻ ചെയ്യുന്നതാണിത്. ഇതൊന്ന് ഓർത്തിരിക്കണം. അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു റിലേഷൻ പഠിക്കണം. റിലേഷൻ ബിറ്റ്വീൻ de Broglie wavelength and Compton wavelength. കോംപ്ടൺ എഫക്റ്റ് എന്താ? ഒരു പാർട്ടിക്കിൾ അതിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇടിക്കുകയാണ്. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു അറിയോ? ഈ ലൈറ്റ് ഒരു ഡയറക്ഷനിലേക്ക് പോകും, കൂടാതെ ഒരു ഇലക്ട്രോണും കൂടെ ഡിസ്പ്ലേസ് ചെയ്യും. ഇതാണ് ഇവിടെ കോംപ്ടൺ എഫക്റ്റ് പറഞ്ഞ് ഇത് ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. അതായത് നമ്മുടെ ഈ ലൈറ്റ് ഇല്ലേ, ഈ ലൈറ്റ് വന്ന് ഇടിച്ച് ഇവിടെ ഒരു എനർജി ഡിഫറൻസ് ഉണ്ടാവും. ഈ ലൈറ്റില് നമ്മൾ ഇടിച്ച എനർജി ആയിരിക്കില്ല, പിന്നെ ലൈറ്റിന്റെ പിന്നെയുള്ള എനർജി ഡിഫറൻസ് ഉണ്ടാവും. ആ എനർജി ഡിഫറൻസ് മൂലമാണ് ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. എനർജി ഡിഫറൻസ് ഉണ്ടെങ്കിൽ വേവ് ലെങ്ത് ഡിഫറൻസും ഉണ്ട്. ആ വേവ് ലെങ്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഡെൽറ്റ ലാംഡ ഈക്വൽ ടു h/m0c ഇൻറ്റു 1 - cos phi ആണ്. h/m0c ഇൻറ്റു 1 - cos phi. ഈ ടേം ആണ് കോംപ്ടൺ വേവ് ലെങ്ത്. de Broglie വേവ് ലെങ്തും കോംപ്ടൺ വേവ് ലെങ്തും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. de Broglie equal to h/m0c. de Broglie wavelength equal to relativity കേസിൽ h divided by E0 into root of gamma square minus 1 എന്നൊരു ഇക്വേഷൻ ഇല്ലേ? അതിൽ E0 എന്ന് പറയുന്നത് എന്താ സംഭവം? m0c² അല്ലേ, റെസ്റ്റ് മാസ് എനർജി. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, hc ഡിവൈഡഡ് ബൈ m0c² into root of gamma square minus 1. സിയും കട്ട് ചെയ്ത് പോവും. h/m0c എന്ന് പറഞ്ഞാൽ കോംപ്ടൺ വേവ് ലെങ്ത് ആണ്, ഈക്വൽ ടു കോംപ്ടൺ വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ മൈനസ് 1. ഇതൊരു ബോറായിട്ടൊന്നും തോന്നണ്ട കേട്ടോ. നമുക്ക് വേണ്ട കുറച്ച് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക്സ് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താ പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ആദ്യം ഒന്നും പറയില്ല. ഫ്രീ പാർട്ടിക്കിൾ, ബൗണ്ടഡ് പാർട്ടിക്കിൾ. ബൗണ്ടഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെ മൊമെന്റത്തിന് h×k എന്ന് എഴുതാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. പിന്നെ ഫേസിന്റെ കാര്യം പറഞ്ഞു, അതൊന്ന് ഓർത്തിരിക്കണം. ഫേസ് ഒരേ സൈൻ ആണെങ്കിൽ പാർട്ടിക്കിൾ പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഡിഫറന്റ് സൈൻ ആണെങ്കിൽ പാർട്ടിക്കിൾ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. പിന്നെ റിലേറ്റിവിസ്റ്റിക് കേസിൽ
ഇ ഈക്വൽ ടു ഗാമ ഇ നോട്ട് എന്ന് എഴുതാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഗാമ -1 ഇ നോട്ട് എന്ന് എഴുതാം. ഗാമ ഇ നോട്ട്, ഗാമ -1 ഇ നോട്ട്. ദെൻ ഇവിടെ എന്താ, ഞാൻ ഗാമ ഈക്വൽ ടു ഗാമ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറഞ്ഞത്. ഗാമ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ തന്നെ ആ ട്രിക്ക് പറഞ്ഞത്. പിന്നെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പറഞ്ഞു. അതിന്റെ നോൺ റിലേറ്റിവിസ്റ്റിക് പറഞ്ഞില്ല അല്ലേ? നോൺ റിലേറ്റിവിസ്റ്റിക് ഒന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ലാംഡ ബൈ പി സി, സോറി ലാംഡ ബൈ പി. ലാംഡ ബൈ പി, ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി, ഇത് മാത്രം മതി. ഈ റിലേറ്റിവിസ്റ്റിക് കേസിൽ നമ്മൾ രണ്ട് ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നുണ്ട്. ഒന്ന് എച്ച് സി ബൈ ഇ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ -1, പിന്നെ ഈ സംഭവം എച്ച് സി ബൈ അണ്ടർ റൂട്ട് 2k ഇ നോട്ട്. അത് കേക്ക് നമ്മൾ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എച്ച് ബൈ അണ്ടർ റൂട്ട് 2m0 ഇ മൈനസ് വി. ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്തു. പിന്നെ കോംപ്ടൺ വേവ് ലെങ്ത് എന്താന്ന് പറഞ്ഞു. കോംപ്ടൺ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ സി ഈക്വൽ ടു എച്ച് ബൈ എം നോട്ട് സി. കോംപ്ടൺ വേവ് ലെങ്തും ഡി ബ്രോഗ്ലി വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ ലാംഡ ഡി ഈക്വൽ ടു ലാംഡ കോംപ്ടൺ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ -1. ഓക്കെ, ഇനി ഒരു ചോദ്യം ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ വെലോസിറ്റി of the particle if Compton wavelength equal to de Broglie wavelength. ഇതാണ് ചോദ്യം. ചോദ്യം കിട്ടിയല്ലോ. കോംപ്ടൺ വേവ് ലെങ്ത് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്തും കോംപ്ടൺ വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ അറിയാം. ലാംഡ ഡി ഈക്വൽ ടു ലാംഡ സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ -1. ഡി ബ്രോഗ്ലി വേവ് ലെങ്തും കോംപ്ടൺ വേവ് ലെങ്തും സെയിം ആണെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? കട്ട് ചെയ്ത് കളയാം. ദെൻ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ -1 ഈക്വൽ ടു 1. സ്ക്വയർ എടുത്താൽ ഗാമ സ്ക്വയർ -1 ഈക്വൽ ടു 1, ഗാമ സ്ക്വയർ ഈക്വൽ ടു 2, ഗാമ ഈക്വൽ ടു റൂട്ട് 2. ഇതിൽ നിന്ന് വെലോസിറ്റി എങ്ങനെ കണ്ടെത്താം? ഇപ്പൊ ഇതിൽ നിന്ന് വെലോസിറ്റി എങ്ങനെ കണ്ടെത്താം? ഇപ്പൊ പഠിച്ച ട്രിക്ക് ആണെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക. ഗാമ ഈക്വൽ ടു റൂട്ട് 2 അല്ലേ, അതിന് റൂട്ട് 2/1 എഴുതാലോ. ദെൻ ഇതിലെ ഏറ്റവും വലിയ ടേം എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. അത് ഹൈപ്പർടെന്യൂസിൽ വരും, മറ്റേത് അടുത്ത സൈഡ് വരും. ദെൻ ഇതെന്ത് വരും? റൂട്ട് ഓഫ് റൂട്ട് 2 സ്ക്വയർ, 2 സ്ക്വയർ -1, 1 തന്നെ വരും. ദെൻ വെലോസിറ്റി എന്താ? നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച സൈഡ് 1 ഡിവൈഡഡ് ബൈ ഹൈപ്പർടെന്യൂസ് ഇൻറ്റു സി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് കേട്ടോ ചോദ്യം. Then ഇതിനെ ആർക്കെങ്കിലും വേണോ? എളുപ്പമല്ലേ? ചോദ്യത്തെ അവർ തന്നിട്ടുണ്ട്, കോംപ്ടൺ വേവ് ലെങ്ത് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. നമ്മളിപ്പോ ആ റിലേഷൻ കണ്ടുപിടിച്ചായിരുന്നു, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത ടോപ്പിക്ക് ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി.
that is VG VP. ഡെറിവേഷൻ വേണ്ട. ഇതെങ്ങനെയാ? വി ജി ഈക്വൽ ടു വി പി, ഫേസ് വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ കെ, ഗ്രൂപ്പ് വെലോസിറ്റി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ. ഡെറിവേഷൻ ഞാൻ എഴുതുന്നില്ല കേട്ടോ, അത് ഉണ്ട്, ആവശ്യമില്ല. ദെൻ ഡെറിവേഷൻ വേണോ? ഡെറിവേഷൻ വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങൾ ഇതിപ്പോ പ്രോബ്ലം ചെയ്യാൻ ഇത് മാത്രം മതി. ഫേസ് വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ കെ, ഗ്രൂപ്പ് വെലോസിറ്റി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ. ഇനി ഞാൻ ഈ ഫേസ് വെലോസിറ്റിയുടെ മേളിലും താഴെയും എച്ച് ക്രോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. എച്ച് ക്രോസ് ഒമേഗ ബൈ എച്ച് ക്രോസ് കെ. എച്ച് ക്രോസ് ഒമേഗ എന്താ? എനർജിയാണ്. എച്ച് ക്രോസ് കെ എന്താ? കുറച്ചും ഞാൻ എഴുതിയായിരുന്നു, മൊമെന്റും ആണ്. ദെൻ വി പിക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി, ഇ ബൈ പി. അതേപോലെ തന്നെ വി ജിയിൽ ഞാൻ മേളിലും താഴെയും എച്ച് ക്രോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താ നമുക്ക് അതിനെ അകത്തേക്ക് എടുത്തൂടെ? ഡി ഇ ബൈ ഡി പി. പുതിയൊരു ഇക്വേഷനായി വി ജിക്ക്. ഇനി ഒരു ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. കെ ഈക്വൽ ടു 2π ബൈ ലാംഡയാണ്. ഡി കെ എന്ത് കിട്ടും? മൈനസ് 2π ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ. ഇത് രണ്ടും കൂടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി പി ഈക്വൽ ടു ഒമേഗ ലാംഡ ബൈ 2π, വി ജി ഈക്വൽ ടു minus lambda square divided by 2π d omega by d lambda. ഇങ്ങനെ 3 ടൈപ്പ് ഇക്വേഷൻ കിട്ടി. ഒന്ന് ഡയറക്റ്റ് ഇക്വേഷൻ, വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ, അല്ലെങ്കിൽ വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് മൊമെന്റം, വി പി ഈക്വൽ ടു ഇ ബൈ പി, വി ജി ഈക്വൽ ടു ഡി ഇ ബൈ ഡി പി. ഏറ്റവും അവസാനത്തത് ഇൻ ടേംസ് ഓഫ് ലാംഡ, വി പി ഈക്വൽ ടു ഒമേഗ ലാംഡ ബൈ 2π. ഇൻ ടേംസ് ഓഫ് ലാംഡ കാണാണ്ട് പഠിക്കണ്ട കേട്ടോ. കെ ഈക്വൽ ടു 2π ബൈ ലാംഡ, അത് നിങ്ങൾക്ക് അറിയാം. 2π ബൈ ലാംഡ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. ഇനി പ്രോബ്ലം ചെയ്യാം. The dispersion, question എഴുതിക്കോ. The dispersion relation for low density, the dispersion relation for low density plasma is given by omega square equal to omega naught square plus c square k square. Find Vg into Vp. ഫേസ് വെലോസിറ്റി എളുപ്പമല്ലേ? ഒമേഗ ബൈ കെ. ഇവിടെ ഒമേഗ എന്താ? റൂട്ട് ഓഫ് വി നോട്ട് സ്ക്വയർ ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ കെ. വി ജി എന്ത് കിട്ടും? ഡി ഒമേഗ ബൈ ഡി കെ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 root omega naught square plus c square k square into 2c square k. 2 ഉം 2 കട്ട് ചെയ്തു പോകും. Then
വി പി ഇൻറ്റു വി ജി എന്ത് കിട്ടും? റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ കെ ഇൻറ്റു സി സ്ക്വയർ കെ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കെ സ്ക്വയർ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി, കെയും കെയും കട്ട് ചെയ്ത് പോയി, ഇക്വൽ സി സ്ക്വയർ. ഒരു ചോദ്യം കൂടെ തരാം. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യം കേട്ടോ. CSIR-ന്റെ ഒരു അവസാനത്തെ 5 വർഷം എടുത്ത് നോക്കിയാൽ ഇതിൽ 2 or 3, 5 വർഷം എന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിലൊരു 2 or 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്പെർഷൻ റിലേഷൻ തരും, വീണ്ടും വി ജിയും വി പിയും കണ്ടെത്താൻ. ഡയറക്റ്റ് ചോദ്യമാണ്. ഇഫ് വന്നാല് നിങ്ങൾക്ക് അതിന്റെ 3.5 മാർക്ക് ഉറപ്പാണ്. ബാക്കി ചോദ്യം പോലെ അല്ലല്ലോ, ഡയറക്റ്റ് അല്ലേ. ദ ഡിസ്പെർഷൻ റിലേഷൻ ഓഫ്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ദ ഡിസ്പെർഷൻ റിലേഷൻ ഓഫ് എ വേവ് ഈസ് ഗിവൺ ബൈ ഒമേഗ ഓഫ് കെ ഈക്വൽ ടു പി കെ പ്ലസ് ക്യൂ കെ ക്യൂബ്. Find the value of k for which Vg equal to Vp. ചെയ്തോ? നിങ്ങൾ തന്നെ ചെയ്യും. അഞ്ചിത വി പി എന്ത് കിട്ടി? വി പി പി പ്ലസ് ക്യൂ കെ സ്ക്വയർ. വി ജി എന്ത് കിട്ടി? പി പ്ലസ് 3 ക്യൂ കെ സ്ക്വയർ. ഓക്കെ, അവരെന്താ ചോദിച്ചേക്കുന്നത്? വി പി ഈക്വൽ ടു വി ജി ആകുമ്പോ കെ ആ ചോദിച്ചേക്കുന്നത്. ഉത്തരം കിട്ടിയോ? കെ ഈക്വൽ ടു, ഞാൻ ചെയ്തോണ്ടിരിക്കുക, രണ്ട് ഇക്വേറ്റ് ചെയ്യാം, അതൊന്ന് കെന്റെ വാല്യൂ കണ്ടുപിടിച്ച് പറയാം. കെയുടെ വാല്യൂ കിട്ടില്ലേ? ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒമേഗ സ്ക്വയർ അവർ തന്നേക്കുന്നത്. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു പി കെ പ്ലസ് ക്യൂ കെ ക്യൂബ്. അല്ലാണ്ട് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ കിട്ടില്ല. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു പി കെ പ്ലസ് ക്യൂ കെ ക്യൂബ്. ദെൻ വി പി ഈക്വൽ ടു root of pk plus qk cube divided by k. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്, ഞാൻ സ്ക്വയർ ഇടാൻ മറന്നുപോയതാണ്. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു പി കെ പ്ലസ് ക്യൂ കെ ക്യൂബ്, ഇങ്ങനെയാണ് ചോദ്യം. ദെൻ വി ജി ഈക്വൽ ടു 1/√ പി കെ പ്ലസ് ക്യൂ കെ ക്യൂബ് into p plus 3qk square. Then Vp equal to Vg substitute ചെയ്താൽ p plus qk cube divided by k equal to 1/2 root ഉണ്ട്. ഇവിടെ 1/2 root ഉണ്ട്. 1/2 root p plus qk cube
ഇൻറ്റു പി കെ ഇല്ല ഇവിടെ, പി കെ പ്ലസ് കെ ക്യൂബ് ഇൻറ്റു പി പ്ലസ് 3q_k². ദെൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 ഇൻറ്റു പി കെ പ്ലസ് q_k³ ഈക്വൽ ടു പി കെ പ്ലസ് 3q_k³. Then 2pk, pk equal to 2q_k³. k² equal to p by 2q, k equal to under root p by 2q. അല്ലല്ലോ, ഇവിടെ 2 ഇല്ലേ, ഈ 2 വരില്ല. പി കെ ഈക്വൽ ടു q_k³ എന്ന് കിട്ടും. Then k² equal to p by q, k equal to root p by q. ഇതാ ഉത്തരം. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയോ? ഇനി നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു. ഡിസ്പെർഷൻ റിലേഷൻ ഈസ് ഗിവൺ ബൈ dispersion relation is given by omega of t equal to under root 2c by m 1 minus cos ka. ഇതായിരുന്നു അവർ തന്നിരിക്കുന്ന റിലേഷൻ. എന്നിട്ട് അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോർ വെരി ലോങ് വേവ് ലെങ്ത് ഫൈൻഡ് വി പി ആൻഡ് വി ജി. ഇതായിരുന്നു ചോദ്യം. ഈ ഫോർ വെരി ലോങ് വേവ് ലെങ്ത് എന്ന് അവർ തന്നേക്കുന്നേ നമുക്കൊരു അപ്രോക്സിമേഷൻ എടുക്കാനാണ്. ഈ കോസ് കെ എക്ക്, അതായത് കെ എന്ന് പറഞ്ഞാൽ 2π/λ അല്ലേ, ദെൻ കോസ് കെ എന്ന് പറഞ്ഞാൽ കോസ് 2π/λ അല്ലേ. ഫോർ ഈ ലാംഡ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ആംഗിള് തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. ദെൻ കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് θ²/2 ഫാക്ടോറിയൽ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഫോർ അപ്രോക്സിമേറ്റ്ലി തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0ക്ക്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അവർ ഫോർ വെരി ലോങ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവർ തന്നേക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. ലാംഡ ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? കെ കുറയും. ദെൻ കോസ് കെയില് ഈ ആംഗിള് കെ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് വരും ഇഫ് ഫോർ വെരി ലോങ് വേവ് ലെങ്ത് ആണെങ്കിൽ. ദെൻ കോസ് കെ എന്ന് പറയുന്നത് നമുക്ക് 1 മൈനസ് KA² ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഫോർ സ്മോൾ ആംഗിൾ കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് θ²/2 ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾ ഉപയോഗിച്ച അപ്രോക്സിമേഷൻ. ഇതൊന്ന് ബോക്സിൽ ഇട്ട് വെച്ചോ. ഫോർ സ്മോൾ ആംഗിൾ കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് θ²/2 ഫാക്ടോറിയൽ. ആ അപ്രോക്സിമേഷൻ എടുക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നത്, ഫോർ വെരി ലോങ് വേവ് ലെങ്ത്.
ദെൻ നമുക്ക് ചെയ്യാം. ഇതിനെ എഴുതിയെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദെൻ നമുക്ക് ചെയ്യാം. ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2c/m 1 മൈനസ് കോസ് കെ. കോസ് കെ ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അണ്ടർ റൂട്ട് 2c/m 1 മൈനസ് ka/2 ka ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. 1 മൈനസ് 1 അത് കട്ടായി പോകും. ഈക്വൽ ടു അണ്ടർ റൂട്ട് 2c/m ka ഹോൾ സ്ക്വയർ ബൈ 2. ഈ 2 കട്ട് ചെയ്ത് പോയാൽ അണ്ടർ റൂട്ട് സി, ഇത് സ്ക്വയർ ആണല്ലോ, അപ്പൊ അണ്ടർ റൂട്ട് c/m ka എന്ന് എഴുതാം. Then Vp equal to omega by k, which is equal to under root c/m a. Vg equal to d omega by dk, which is equal to under root c/m a. രണ്ടും സെയിം ആയിട്ട് കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? നമ്മൾ ഒന്നും ചെയ്തില്ല. കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അടുത്തൊരു ചോദ്യം. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ 3 മൈനസ് കോസ് kxa മൈനസ് കോസ് kya മൈനസ് കോസ് kza. ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോർ വെരി ലോങ് വേവ് ലെങ്ത് ഫൈൻഡ് Vg. എങ്ങനെ ചെയ്യാം? ഫോർ വെരി ലോങ് വേവ് ലെങ്ത് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോസ് kxa 1 മൈനസ് kxa ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് kya നെ 1 മൈനസ് kya ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് kza ക്ക് 1 മൈനസ് kza ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒമേഗ സ്ക്വയർ എന്ത് കിട്ടും? ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു 3 മൈനസ് 1 മൈനസ് kxa ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് 1 മൈനസ് kya ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് minus 1 minus kza whole square by 2 factorial. Then ഈ 1 ഉം 1 ഉം കൂടി 3 ആയിട്ട് ക്യാൻസൽ ചെയ്തു പോകും. ഉത്തരം എന്ത് കിട്ടും അവസാനം? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ kx square a square divided by 2 factorial plus ky square a square by 2 factorial plus kz square a square by 2 factorial. അതിൽ നിന്ന് ഒമേഗ നോട്ട് സ്ക്വയർ a square divided by 2 factorial വെളിയിലെടുത്താൽ kx square plus ky square plus kz square.
എന്ന് പറഞ്ഞാൽ എന്താ സാധനം? മോഡ് കെ സ്ക്വയർ അല്ലേ? Then omega equal to omega naught a by root 2 k. d omega by dk ചെയ്താൽ എന്ത് കിട്ടും? അതാണല്ലോ കണ്ടെത്തേണ്ടത്. vg equal to d omega by dk equal to omega naught by root 2. 2012 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഇത്. 2012. ഒന്നുമില്ല, നമ്മളിപ്പോ എടുത്ത കോസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം അവസാന ആൻസർ ഒമേഗ നോട്ട് സ്ക്വയർ എ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു മോഡ് കെ സ്ക്വയർ എന്ന് കിട്ടും. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, കിട്ടും. ഇത് ഒരു ഇനിഷ്യൽ പാർട്ടാണ്. ഈ സംഭവം നോക്കണം കേട്ടോ. ഈ ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ചോദിക്കാം. ചോദിച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്നും അറിയാനില്ല. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ ബൈ ഡി കെ, ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ കെ. ഇൻ ടേംസ് ഓഫ് എനർജി ആണെങ്കിലോ ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇ ബൈ പി, ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി ഇ ബൈ ഡി പി. ലാംഡ വരുവാണെങ്കിൽ കെക്ക് 2π ബൈ ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അടുത്തത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കടക്കുകയാണ്. വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ സൈ. ഈ സൈ നമ്മളോട് എന്ത് പറയും? ഡിസ്ക്രൈബ്സ് ദ പൊസിഷൻ ആൻഡ് momentum of a quantum mechanical system. Psi represent ചെയ്യുന്നത് ഒരു സ്റ്റേറ്റിനെയാണ്. represents a state or the superimposition of a state. അത് നമുക്ക് സാധാ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്, അത് നമുക്ക് അതിന്റെ പൊസിഷനും മൊമെന്റും എവിടെ എന്താന്ന് പറഞ്ഞു തരും. ബേസിക് ഐഡിയ. ഒരു ഫംഗ്ഷൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് തരും? അതിന്റെ ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എന്ത് തരും? ആ എക്സ് പൊസിഷൻ എവിടെയാണെന്ന് പറയും. അത്രേ ഉള്ളൂ ഇവിടെ. സൈ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ അതിനെ വിവിധ തരം ടൂൾസ് ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്താൽ പൊസിഷനും മൊമെന്റവും കിട്ടും. അത്രേ ഉള്ളൂ. Yes. In some properties, psi can be real or imaginary. Then probability density. Probability density equal to psi star psi. To find the probability in the range x1 to x2, then integral x1 to x2
psi star psi dx. ഇതിൽ നിന്ന് നമുക്ക് നോർമലൈസേഷൻ കണ്ടീഷൻ എഴുതാം. നോർമലൈസേഷൻ കണ്ടീഷൻ ഇന്റഗ്രൽ -∞ to +∞ psi star psi dx equal to 1. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. അല്ലെങ്കിൽ സമ്മേഷൻ ഓവർ pi equal to 1. നമ്മള് ചില പ്രോബ്ലംസിൽ നമ്മുടെ സൈ എപ്പോഴും നോർമലൈസ്ഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചില പ്രോബ്ലംസിൽ അത് നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ഈ ഇക്വേഷൻ ചെയ്ത് നോക്കിയാൽ മതി. ഇന്റഗ്രൽ psi star psi dx equal to 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി സൈ നമുക്ക് സൈ ഈക്വൽ ടു a psi 1 plus b psi 2 അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് തരിക എങ്കിൽ ഇതിന്റെ p1 plus p2 plus p3 ഈക്വൽ ടു 1 കിട്ടുന്നുണ്ടോ നോക്കുക, എക്സെട്ര. ഇത്രേ ഉള്ളൂ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നത്. ഇത് എഴുതണ്ട. ഇന്റഗ്രൽ psi star psi dx equal to 1 summation over I pi equal to 1. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ. നിങ്ങൾ ഈ ആദ്യത്തെ പാർട്ട് കണ്ടിട്ട് ബോറായിട്ടുള്ള വിഷയമായിട്ടൊന്നും തോന്നണ്ട. ആദ്യം കുറച്ച് ബേസിക്സ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ടാവും. ഇനി നമ്മൾ നല്ല നല്ല പ്രോബ്ലംസിലേക്ക് വരും. അപ്പൊ സബ്ജക്ട് അടിപൊളിയായിക്കോളും. പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ. First property, psi must be finite. Psi must be finite. എന്താന്ന് വെച്ചാലേ, നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ തന്നേക്കുവാണ് psi ഈക്വൽ ടു e raised to x. ഈ വേവ് ഫംഗ്ഷൻ നോട്ട് പോസിബിൾ ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഇതിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക, x ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പം psi ഈക്വൽ ടു e raised to ഇൻഫിനിറ്റി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. നമ്മുടെ വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയേ പറ്റൂ, ഇൻഫിനിറ്റി ആകാൻ പാടില്ല. ഇതൊരു നോട്ട് പോസിബിൾ ആണ് ഈ വേവ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായോ? നിങ്ങൾ x ഈക്വൽ ടു ഇൻഫിനിറ്റി, x ഈക്വൽ ടു -∞, ഇഫ് അങ്ങനെ അത് മാത്രം ഇടണമെന്നില്ല. അതിന്റെ ഇടയ്ക്കുള്ള ഏത് വാല്യൂവിനും, എക്സിന്റെ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഇൻഫിനിറ്റി വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഇത് പോസിബിൾ വേവ് ഫംഗ്ഷൻ അല്ല. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ a/x. ഇവിടെ x ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ വേവ് ഫംഗ്ഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇതും നോട്ട് പോസിബിൾ ആണ്. ഒന്ന് എഴുതി കിട്ടോ? ഒരു ചോദ്യം തരാം. ചെക്ക് വെദർ ഇവിടെ +∞, -∞, +∞ മുതൽ -∞ വരെ എല്ലാ പോയിന്റും ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ പോയിന്റും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവും ഏതാണ്. ചെക്ക് വെദർ ദ വേവ് ഫംഗ്ഷൻ ഈസ് പോസിബിൾ ഓർ നോട്ട്. ഒന്നാമത്തത് e raised to -x². ഇത് പോസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. e raised to 0, x ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 1 കിട്ടും. കുഴപ്പമില്ല, ഫൈനൈറ്റ് വാല്യൂ ആണ്. x ഈക്വൽ ടു +∞ ഇട്ട് കൊടുത്താലോ e raised to -∞ എന്ന് കിട്ടും. e raised to -∞ എത്രയാ? 0 ആണ്. അതും ഫൈനൈറ്റ് ആണ്.
എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലോ അപ്പോഴും ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി കിട്ടും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്, ഫൈനൈറ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് പോസിബിൾ വേവ് ഫംഗ്ഷൻ, പോസിബിൾ വേവ് ഫംഗ്ഷൻ ആണിത്. പോസിബിൾ വേവ് ഫംഗ്ഷൻ ഇത് എഴുതി വെച്ചോട്ടോ. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എക്സ് ഇ റേസ് ടു മൈനസ് എക്സ്, ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ അങ്ങനെ രണ്ടു വേവ് ഫംഗ്ഷൻ. എന്നിട്ട് ഏതാണ് പോസിബിൾ എന്ന് നോക്കിയിട്ട് അതിന്റെ ഉത്തരം ഇതായിരുന്നു, ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അടുത്ത പ്രോപ്പർട്ടി 2, psi must be single valued. Psi must be single valued എന്ന് പറഞ്ഞാൽ എന്താ? psi of x ആണല്ലോ നമ്മുടെ വേവ് ഫംഗ്ഷൻ. അതിൽ എക്സിന് ഇഫ് ഏതെങ്കിലും ഒരു വാല്യൂ, പർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ psi ഈക്വൽ ടു വേറെ രണ്ട് വാല്യൂ വരാൻ പാടില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, സോറി y സ്ക്വയർ ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് കിട്ടില്ലേ. ദെൻ ഇവിടെ എക്സിന് പ്ലസ് വാല്യൂവും മൈനസ് വാല്യൂവും പോസിബിൾ അല്ലേ. അങ്ങനെ രണ്ട് വാല്യൂ വരാൻ പാടില്ല. ഈ ഉദാഹരണം എഴുതണ്ട, അതാണ് ഉദ്ദേശിച്ചത്. psi must be single valued. psi x ഇത് നോട്ട് പോസിബിൾ ആണ്. ഈ വേവ് ഫംഗ്ഷൻ, ഇത് ഞാൻ ഒരു വേവ് ഫംഗ്ഷൻ വരച്ചാണ്, നോട്ട് പോസിബിൾ ആണ്. കാരണം എന്താ? ഒരു എക്സിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ എടുക്കുമ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് നമുക്ക് psi എന്ന് പറയുന്നത് രണ്ട് വാല്യൂ കിട്ടും. അത് പോസിബിൾ അല്ല. ദെൻ ദ വേവ് ഫംഗ്ഷൻ ഈസ് നോട്ട് പോസിബിൾ. psi must be single valued. ഇത് മാത്രം എഴുതി വെച്ചാൽ മതി, psi must be single valued. ബാക്കി നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ചോദ്യം ചോദിക്കുക, ഒരു ഗ്രാഫ് വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ എന്നാണ്. അപ്പൊ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂ എടുക്കുക. അപ്പൊ രണ്ട് psi വാല്യൂ വന്നാൽ എന്താ? അത് പോസിബിൾ അല്ല, അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, psi must be continuous. ഒരു ഫിഗർ വരിക, ഇത് നോട്ട് പോസിബിൾ ആണ്. കാരണം ഇവിടെ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, അത്രേ ഉള്ളൂ. psi must be continuous. അതേപോലെ തന്നെ dou psi by dou t must be continuous. Then psi must be square integrable. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി psi സ്റ്റാർ psi dx ഇൻഫിനിറ്റി ആകാൻ പാടില്ല, ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ psi സ്റ്റാർ psi മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി psi സ്റ്റാർ psi dx ചെയ്ത് കഴിയുമ്പോൾ ഇൻഫിനിറ്റി വന്നാൽ അത് സ്ക്വയർ ഇന്റഗ്രബിൾ അല്ല എന്ന് അതിന്റെ അർത്ഥം. ദെൻ നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി psi സ്റ്റാർ psi dx മസ്റ്റ് ബി
ഫൈനൈറ്റ്. ഇതാണ് സ്ക്വയർ ഇന്റഗ്രബിൾ ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിലേ psi ഈക്വൽ ടു എക്സ്, ഇത് -∞ ടു +∞ psi സ്റ്റാർ psi dx ചെയ്താൽ എന്ത് കിട്ടും? x³/3 -∞ ടു +∞ ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പൊ ഇത് നോട്ട് പോസിബിൾ ആണ്. ഇതല്ലെങ്കിൽ നോട്ട് പോസിബിൾ ആണ്. ഈ സ്ക്വയർ ഇന്റഗ്രബിൾ എന്താന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. -∞ ടു +∞ psi സ്റ്റാർ psi dx must be finite. ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. 10 മണിയായല്ലേ, എന്നാ ഇനി വേറെ ചോദ്യം ഇല്ല. ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ടോപ്പിക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞു ലീവ് ചെയ്യാം. ഉനൈസ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?